ഒരു മതിൽ കേരളത്തിൻ്റെ നടുവിലൂടെ കെട്ടിയിട്ട് അതിനകത്തൂടെ ഒരു ട്രെയിൻ ഓടിക്കുക എന്നുള്ള ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു. പറഞ്ഞല്ലോ, നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്ത് മഴ പെയ്താൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളുള്ള നിരവധി പ്രദേശങ്ങളുള്ള സ്ഥലത്ത് ഇത്തരത്തിലൊരു ബണ്ട് പോലെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം എന്തൊക്കെയായിരിക്കും? അപ്പോൾ ഒരിക്കലും ഒരു വയബിൾ അല്ല, നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിൻ്റെ പേരിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് മറ്റ് താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ആ താല്പര്യങ്ങൾ, ആ പണത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു മഞ്ഞ കുറ്റിയുമായി എല്ലാ ഭൂമിയും പോയി അളന്ന് തിട്ടപ്പെടുത്തി അവിടെ ഈ കല്ലിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നാളെ ആ വീട്ടുകാർക്ക് ആ ഭൂമി ക്രയവിക്രയം ചെയ്യാൻ സാധിക്കില്ല. ഒരു പെൺകുട്ടിയുടെ വിവാഹം വന്നു കഴിഞ്ഞാൽ ഒരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പണയം വെക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്താൽ നല്ലതല്ലേ? ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കുന്നില്ലല്ലോ, കല്ലിട്ട് പോകുന്നില്ലേ ഉള്ളൂ. ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ ഈ പ്രൊജക്റ്റിന് അപ്രൂവൽ കിട്ടണം. കേന്ദ്ര സർക്കാർ ഈ പ്രൊജക്റ്റിന് അപ്രൂവൽ കൊടുക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ലൈൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് മറ്റ് രണ്ട് ലൈനും കൂടെ കൂട്ടി കൊടുത്തിട്ട് വേണം ഒരു പ്രൊജക്റ്റിന് ഇതിന് പോകാൻ. അതിന് ശേഷമാണ് ഇത് ഫൈനൽ അപ്രൂവൽ വരുന്നത്. ഇതൊന്നുമില്ല. ഇവരൊരു ഒറ്റ ലൈൻ തീരുമാനിച്ച് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവരുടെ താല്പര്യം എന്ന് പറയുന്നത് ഒരു വേഗതയിൽ കേരളത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമല്ല അവർക്ക് ആവശ്യം. അവരുടെ ആവശ്യം മറ്റെന്തോ ആണ്. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. ജനങ്ങളാണ് ഈ സമരം ആദ്യം തുടങ്ങുന്നത്.